നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശമായ ആര്യങ്കാവിൻ്റെ താഴ്വരയാണ്. ഇവിടെ ഈ പനന്നൊങ്ക് വ്യാപാരം നടക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഒരെണ്ണം മേടിച്ച് കഴിക്കാം എന്നാണ്. അത് ഏത് രീതിയിലാണ്, ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ നൊങ്കെന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മൾ ആൾക്കാർ ധാരാളം തമിഴ്നാട്ടിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇതാണ് നൊങ്ക്, പനന്നൊങ്ക് വെട്ടിയിട്ട് ഒരു ഫാമിലി വന്ന് കഴിക്കുകയാണ്. ഇത് നമ്മുടെ എന്താ പറയുക, ഇളനീരിൻ്റെ കരിക്കിൻ്റെ ഇൻസൈഡ് ഇരിക്കുന്ന പോലെ ഇരിക്കും. ഇത് വളരെ ഇളത്താണ്. ഇത് ഒരാഴ്ചയും കൂടെ വളർച്ച കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഹാർഡാകും. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഇതിൻ്റെ തന്നെ ലായനിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ആ നീര് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജെല്ല് പോലെ ഇരിക്കും ഈ സാധനം. പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു സ്വീറ്റ്സൊക്കെയാണ് ഇതിൻ്റെ. ഈ സാധനം നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് പാലക്കാട് ജില്ലയിലാണ് കൂടുതലും കിട്ടുന്നത്. പിന്നെ ട്രിവാൻഡ്രം ജില്ലയേക്കാൾ കൂടുതൽ പാലക്കാടാണ് കരിമ്പനയുള്ള നാട്. തമിഴ്നാട്ടിൽ പിന്നെ കരിമ്പനയ്ക്ക് ഒരു പഞ്ഞമില്ല. ദേശീയ വൃക്ഷമാണ്, തമിഴ്നാടിൻ്റെ ദേശീയ വൃക്ഷമാണ് കരിമ്പന. അതിനാൽ തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും കിട്ടും. ഇതിൻ്റെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പഴുത്തത്. നല്ല ടേസ്റ്റാണ് സാധനം. വീണ്ടും മറ്റൊരു കരിക്കയും കൂടെ വെട്ടി ആ ഫാമിലിക്ക് ഷെയർ ചെയ്യുകയാണ്. അവർ നമ്മുടെ കേരളത്തിൻ്റെ പാലരുവി സന്ദർശിക്കാൻ എത്തിയ ഫാമിലി ആയിരുന്നു. അവർ കഴിക്കുകയാണ്, അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ശരി, ഈ നൊങ്കിന് നല്ലത്. ഒരു നൊങ്ക് വെട്ടിയെടുത്താൽ അതിനകത്ത് 3 കണ്ണുണ്ട്, 3 അറയിൽ നിന്നും ആ കത്തി കൊണ്ട് തോണ്ടിയെടുത്തിട്ടാണ് ഉപഭോക്താവിന് വ്യാപാരി നൽകുന്നത്. ഈ നൊങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരും നൊങ്കിൻ്റെ പഴം എന്ന് പറയുന്നത്. കറുപ്പട്ടി എടുക്കുന്നത് ഒള്ളുമേ വേറെ കൊടുക്കുമ്പോഴത്തേക്ക് വേറെ പനവെള്ളം പതനി ചക്രപ്പേനി കറുപ്പട്ടി എടുക്കുന്ന സാധനം. ഇതിൻ്റെ പേര് ആ ലായനി, നൊങ്കിൻ്റെ ലായനി വെള്ളമാണ്. ഇത് രണ്ടുമായിട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദ് അനുഭവപ്പെടുന്നു എന്നാണ് വ്യാപാരി അവകാശപ്പെടുന്നത്. ഇതിൽ നിന്നാണ് കരിപ്പട്ടി എന്ന് പറയുന്ന കരിപ്പട്ടി ഉണ്ടാക്കുന്നത് ഈ കരിമ്പനയിൽ നിന്നുമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരും. ഏകദേശം ഒരെണ്ണത്തിന് ഒരു 3 കിലോയുടെ അടുത്ത് വെയിറ്റ് വരും. ഈ സാധനം കരിമ്പനയിൽ നിന്ന് തന്നെ പഴുത്ത് താഴേക്ക് വീഴാറുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ പുറംചട്ടയുണ്ടല്ലോ, ഈ പുറംചട്ടയൊക്കെ ചകിരി, നമ്മുടെ തേങ്ങയുടെ ചകിരി മാതിരി അതിനകത്ത് നമ്മുടെ മാംഗോയുടെ സത്ത് പോലത്തെ ജ്യൂസിയാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം വളരെ അപൂർവം. പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ ധാരാളം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ഈ മുക്കിന് ഈ കരിമ്പനയുടെ നൊങ്ക് വ്യാപാരം തുടങ്ങിയതുകൊണ്ട് പനയിൽ കിടന്ന് ഈ സാധനം പഴുക്കാനുള്ള അവസരമൊന്നും കിട്ടുന്നില്ല. അഥവാ ഗ്രാമങ്ങളിൽ എങ്ങാനും പനയിൽ കിടന്ന് പഴുത്ത് കരിമ്പനയുടെ പഴം കിട്ടിയെങ്കിൽ ആയി, അല്ലാതെ മറ്റൊന്നുമില്ല. എന്തായാലും സംസ്ഥാന അതിർത്തിയോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ നൊങ്ക് വ്യാപാരം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഷുഗറിന് നല്ലതാണ്, അൾസറിന് നല്ലതാണ്. ഇത് ചക്കര പനം കറുപ്പറ്റി എടുക്കുന്ന സാധനം, പനവെള്ളം. ഇതിൻ്റെ തീരെ പൊട്ടായിട്ടുണ്ട്. അതിനകത്ത് വെള്ളം കൂടുതൽ വെള്ളം വരുന്നതാണ്. തീരെ ചെറുത്, അതിനകത്ത് വെള്ളമാണ് കൂടുതൽ. തീരെ ഇളത്ത. ഇതാണ് കരിപ്പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കറുപ്പറ്റി എടുക്കുന്നത് ഈ പനവെള്ളം. ശരി, ഇനിയിപ്പോൾ ചക്കരപ്പേനി. ഓക്കെ. ഇനി അതിനകത്തോട്ട് അദ്ദേഹം കരിമ്പനയിൽ ലായനി വെള്ളം ഒഴിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഹാർഡ് ചെയ്ത് കഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു സ്വാദ് അനുഭവപ്പെടുന്നു എന്ന് വ്യാപാരി അവകാശപ്പെടുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് താഴെ, ആര്യങ്കാവ് തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ താഴെ നമ്മുടെ കേരള പാലസിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഈ കാർ നിൽക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് ഒരു ബോർഡൊക്കെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. കുറ്റാലത്തിൽ നമുക്ക് കേരള പാലസ് എന്ന് പറഞ്ഞൊരു വിനോദ പി ഡബ്ല്യു ഡിയുടെ ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേര് കേരള പാലസ് ഉള്ളതായിട്ടാണ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്.
എന്തായാലും നൊങ്കിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ചാനൽ കാണുന്ന പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന അതിർത്തിയിൽ നിന്നും ദീപം FIS ചാനൽ. നന്ദി.